ഇന്ന് നടന്ന ബ്രസീൽ മൊറോക്കോ പോരാട്ടം 1-1 ആവേശ സമനിലയിൽ അവസാനിച്ചു. മത്സരത്തിൽ ആദ്യം മൊറോക്കോയാണ് ഗോളിലെത്തിയത്. രണ്ടാമത് ബ്രസീൽ വിനീഷ്യസ് ജൂനിയറിലൂടെ ഗോൾ വല കുലുക്കുകയായിരുന്നു. പിന്നീട് നിരവധി അവസരങ്ങൾ ഇരു ടീമുകൾക്ക് ലഭിച്ചെങ്കിലും ഗോളാക്കാൻ സാധിച്ചില്ല. അങ്ങനെ നിർണായകമായ പോരാട്ടത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനിലയിൽ പിരിയുകയായിരുന്നു. ബ്രസീലിൻ്റെ മത്സരം എങ്ങനെയുണ്ട്? കളിശൈലി എങ്ങനെയുണ്ട്? ഈ കളിയും കൊണ്ട് വേൾഡ് കപ്പ് നേടാനാകുമോ? വലിയ പ്രതീക്ഷയുണ്ടോ? അതാണ് നമ്മൾ ഇന്ന് വിലയിരുത്താൻ പോകുന്നത്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മൊറോക്കോയുടെ കളി കണ്ടാണ് മത്സരം ആരംഭിക്കുന്നത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ നിരന്തരം ബ്രസീൽ ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന മൊറോക്കോയെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മധ്യനിരയിൽ ബ്രസീലിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. മധ്യനിരയുടെ മുഴുവൻ കൺട്രോളും മൊറോക്കോയുടെ കാലിൽ തന്നെയായിരുന്നു. വെറും 18 വയസ്സ് മാത്രമുള്ള അയ്യൂബ് ബുവാദി എന്ന യുവ സൂപ്പർ താരം മൊറോക്കോയുടെ മധ്യനിര കൺട്രോൾ ചെയ്യുകയായിരുന്നു. കസമീറോ പോലുള്ള സീനിയർ താരങ്ങൾക്ക് ഒന്നും ചെയ്യാനായില്ല. ബ്രാഹിം ഡിയാസിന്റെ മിന്നും പ്രകടനവും ആദ്യ പകുതിയിൽ തന്നെ കാണാൻ സാധിച്ചു. ബ്രാഹിം ഡിയാസിന്റെ അസിസ്റ്റിൽ നിന്ന് തന്നെയാണ് മത്സരത്തിന്റെ 23-ാം മിനിറ്റിൽ സൈബരിയിലൂടെ മൊറോക്കോ ലീഡെടുക്കുന്നത്. മത്സരത്തിന്റെ 32-ാം മിനിറ്റിലാണ് ബ്രസീൽ ഒപ്പം പിടിക്കുന്നത്. ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൂടെ വിനീഷ്യസ് ജൂനിയർ നേടിയ അതിമനോഹര ഗോൾ അദ്ദേഹത്തിന് മാത്രം അർഹതപ്പെട്ട ഗോൾ. മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ബ്രസീൽ മികച്ച രീതിയിൽ കളിച്ചെങ്കിലും അല്പസമയത്തിനകം തന്നെ മൊറോക്കോ കളി തിരിച്ചുപിടിക്കുകയായിരുന്നു. നിരന്തര ആക്രമണം തന്നെ. പക്ഷേ എടുത്തു പറയേണ്ടത് ബ്രസീൽ പ്രതിരോധത്തിന്റെ മിന്നും പ്രകടനം തന്നെയാണ്. പല സമയങ്ങളിലും ബ്രസീൽ പ്രതിരോധവും ഗോൾ കീപ്പറുമാണ് കാവലായത്. എടുത്തു പറയേണ്ടത് ബ്രസീലിന്റെ മധ്യനിരയിലുള്ള വിള്ളലാണ്. അത് മാറ്റിയില്ലെങ്കിൽ ബ്രസീലിന് ഈ വേൾഡ് കപ്പിൽ അധിക ദൂരം മുന്നോട്ട് പോകാനാകില്ല. കാർലോ ആൻസലോട്ടി അവിടെ കൃത്യമായൊരു പ്ലാൻ പരീക്ഷിക്കേണ്ടതുണ്ട്. മുന്നേറ്റ നിരയിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ മാത്രമാണ് ഇന്ന് ബ്രസീൽ വിജയിച്ചത്. മുന്നേറ്റ നിരയിലെ കോമ്പിനേഷനോ മധ്യനിരയിൽ നിന്നുള്ള ത്രൂ ബോളുകളോ ഒന്നും മുന്നേറ്റ നിരയിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെയാണ് നെയ്മറെ പോലുള്ള ഒരു താരത്തിന്റെ അഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ബ്രസീലിന് അടുത്ത മത്സരങ്ങൾ ഹെയ്തിക്കെതിരെയും സ്കോട്ട്ലൻഡിനെതിരെയുമാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.